നമുക്കറിയാം വാട്സാപ്പിൽ ഈ അടുത്തിടെയായിട്ട് പുതിയ നല്ല അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസവും നല്ലൊരു കിടുക്കാച്ചി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അതായത് ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും റീൽസുകൾ നിങ്ങൾ കാണാറില്ലേ? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മനോഹരമായ മ്യൂസിക്കുകൾ, പാട്ടുകളൊക്കെ അവർ ആഡ് ചെയ്തതായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സാപ്പിലും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നവരാണ്. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എന്തും നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ വാട്സാപ്പിൽ നിന്നുകൊണ്ട് തന്നെ മനോഹരമായ മ്യൂസിക്കുകൾ അതുപോലെ തന്നെ പാട്ടുകൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. അതിനു പുറമെ മനോഹരമായ തീമുകൾ, വാൾപേപ്പറുകൾ ഓരോ പ്രൊഫൈലിലും സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനും കൂടി വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്റ്റാറ്റസ് ആഡ് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പെന്നിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ ക്യാമറയുടെ ഐക്കൺ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഞാനൊരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പാട്ടുകൾ, മ്യൂസിക്കുകൾ ഇവർ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കായിട്ട് ഒരു പാട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പാട്ട് സെർച്ച് ചെയ്യാണ്. ഞാനും എന്നുള്ള ആ ഒരു പാട്ട് അവിടെ ഞാനും എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പാട്ട് ഇവിടെ വന്നു. നമുക്കിവിടെ തന്നെ പ്ലേ ചെയ്തിട്ട് കേൾക്കാം കേട്ടോ. നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ പാട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ഇവിടെ ആ ഒരു ഫോട്ടോസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കേട്ട് നോക്കാം ഏത് ഭാഗമാണ് വേണ്ടത് എന്ന്. അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഡൺ കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ വീണ്ടും പാട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ നിങ്ങൾ ക്യാപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ പാട്ടോട് കൂടിയിട്ടുള്ള ഫോട്ടോ ആണ് കാണാൻ സാധിക്കുക. ഇനി മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചാറ്റ് തീം എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, നിങ്ങൾ ഇഷ്ടം പോലെ നല്ല തീമുകളാണ് പുതുതായിട്ട് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് വേണമെങ്കിലും ഓരോരോ പ്രൊഫൈലിന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാനും കുറക്കാനുമുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാം, കുറക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ചാറ്റ് കളർ അതൊക്കെ നമുക്കിവിടെ മാറ്റിയിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇഷ്ടമുള്ള നല്ല കളറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അതിലേക്ക് നിങ്ങൾ ഏത് ചാറ്റിലാണോ ഇതൊക്കെ ചെയ്യുന്നത് അത് ഇവിടെ ആഡ് ആകും. ഓക്കെ, ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ സെപ്പറേറ്റ് ആയിട്ട് ചാറ്റ് കളർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ചാറ്റ് കളർ ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെ വാൾപേപ്പർ എന്ന ഓപ്ഷനും കൂടിയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഇഷ്ടമുള്ള നല്ല വാൾപേപ്പറുകൾ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓരോരോ പ്രൊഫൈലിന് നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, അതിൻ്റെ തിക്നെസ് ഇതുപോലെ കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളുടെ വാട്സാപ്പിനും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കും വന്നിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.